ആമേൻ. സ്തോത്രം. അപ്പസ്തോല പ്രവൃത്തികൾ 16 അധ്യായം അതിന്റെ 31 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സസ് 38. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Anybody in English? Acts 16:31. Sound clear അല്ല, please. They replied, "Believe in the Lord Jesus, and you will be saved, you and your household." ഒന്നുകൂടെ റിപ്പീറ്റ് വായിക്കാമോ? The Lord Jesus, and you will be saved, you and your household. Praise the Lord. Believe in Jesus, you will be saved and your household. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. ഈ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ദൈവം എന്ന ചിന്ത ഇതാണ്. These days Lord was giving me a thought. Lord, we accepted you as a savior. ഞാൻ നിങ്ങളെ കർത്താവ് എങ്ങനെ രക്ഷകനായി സ്വീകരിച്ചു. And for long years we are praying for many people. വർഷങ്ങളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടു എങ്കിലും എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നില്ല. ഇത് എൻ്റെ ചിന്തകളിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തുടങ്ങി. Lord, we are praying for many people, even our family members, our parents, our brothers and sisters. Many people we are praying to, Lord, reveal the truth. Let them follow the real spiritual life according to the word of God. ഇതിനുവേണ്ടി ഞങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നു. നീണ്ട വർഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നില്ല. Our family is not saved. But we have a promised word, what we have read. Believe in Christ. First you will be saved and your family will be saved. Devathana Stotram. So Lord was giving a thought. Lord, I am in faith, the real faith. Yeah, I am following you. I accepted you. എനിക്ക് വിശ്വാസമുണ്ട്, നിന്നിൽ മാത്രം വിശ്വാസമുണ്ട്. ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു. ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. എങ്കിലും എൻ്റെ കുടുംബങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നില്ല എന്നുള്ള വലിയ സങ്കടം എൻ്റെ ഉള്ളത്തിലേക്ക് വരുവാൻ തുടങ്ങി. Lord, still that burden is coming in my heart. Many people which I am praying, many family members, many friends, many colleagues whom I am praying, they are not accepting the truth. But we have a promised word of God. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, what Lord told me is, believe that faith is holding power. വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് if you believe in Christ, ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ salvation is coming in you. രക്ഷ നിന്നിലേക്ക് വരികയാണ്. Why? Only through belief salvation is coming in your life. So there is power for your faith. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. Why God is telling why faith is holding power? അത് റോമൻസ് 10:17 ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 10:17 ഇങ്ങനെ വായിക്കുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വായിച്ചാട്ടെ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. Okay. In English? So faith comes from hearing, and hearing through the word of Christ. Hearing of word of Christ or word of God. So the faith is created through the word of God. Or I can say the faith is connected with the word of God. വിശ്വാസം ദൈവവചനത്താൽ ഉളവാകുന്നുവെങ്കിൽ വിശ്വാസം ദൈവവചനവുമായി ബന്ധപ്പെടുന്നു. ദൈവവചനം ദൈവമാകിയാൽ ആ വചനത്തിൽ ശക്തി ഉള്ളത് കൊണ്ട് എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൽ ശക്തിയുണ്ട്. Since the word of God is God, God is holding the power through the word.
Faith is generated in you. So through the word, through God, the faith you're holding is having power. നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. So suddenly I was totally depressed. Lord, how many years we are praying for people? എത്ര വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞു, വിശ്വസിക്ക്. ആമേൻ. നിന്റെ വിശ്വാസത്തിൽ ശക്തിയുണ്ട്. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ചലനവും, there is no movement. I can see in the people who I am praying for, there is no spiritual movement. ഒരു ചലനം, ആത്മചലനം അവരുടെ ജീവിതത്തിലില്ല. But still I am praying. അപ്പൊ കർത്താവ് പറഞ്ഞു, just read. Lord told me, just read Matthew 7:21. മത്തായി 17:21 ഇങ്ങനെ വായിക്കുന്നു. Not everyone who says to me, Lord, Lord, will enter the kingdom of heaven, but the one who does the will of my Father who is in heaven. Matthew 17:21 ആണോ? 17. നിങ്ങൾക്ക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. മതി. Faith can move mountains. ഒരിക്കലും മൂവ് ചെയ്യില്ല, ഒരിക്കലും ചലിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന മലകളെ നീക്കുവാൻ വിശ്വാസത്തിന് ശക്തി ഉണ്ടെങ്കിൽ, സ്തോത്രം, ചലിക്കുന്ന മനുഷ്യരെ നീക്കുവാൻ, ചലിപ്പിക്കുവാൻ എന്റെ നിങ്ങളുടെ വിശ്വാസത്തിന് കഴിയുമെന്ന്, അത് ഒരിക്കലും അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് വചനം പറയുക. Praise God. We never believe mountains will move. Signs saying the mountains cannot move. But Lord is telling, if you have a faith of mustard seed, ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ, even a small faith you're holding, that's holding power to move mountains. അത് മലകളെ നീക്കുവാൻ ശക്തിയുള്ളതാണ്. Praise the Lord. എന്തുകൊണ്ടാണ് മലകൾ നീങ്ങുന്നത്? Why people you think will never have a spiritual movement? Lord is telling a promise. Lord is going to start the spiritual movement in their life. എവിടെയാണ് പ്രശ്നം? I not believe that the faith I'm holding is having power. ഞാൻ പ്രാപിച്ച വിശ്വാസത്തിന് ചില ശക്തികളുണ്ടെന്നും ചില കൃപകളുണ്ടെന്നും വിശ്വസിക്കുവാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. So the faith is connected with the word of God. That means faith is connected with God. The power of God is transferred to the faith what you're holding. ഞാൻ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി പകരപ്പെടുകയാണ്. അതുകൊണ്ട് പറയുന്നു, അതിന്റെ ഒരു അംശമുണ്ടെങ്കിൽ മലകളെ നീക്കുവാൻ കഴിയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. The faith you're holding, you have a very minute belief what God has transferred in you. It can move mountains. Nothing is impossible. ഇന്ന് പകൽ വിശ്വസിക്ക്. ക്രിസ്തുവിനെ അംഗീകരിച്ച, ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര തിരിക്കുന്ന, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്. God is going to move the people whom you are praying for a long time, because the faith you're transferred from God to you is holding a power. That power will move the people at the right time. Praise the Lord. എന്നിൽ വ്യാപരിച്ച വിശ്വാസത്തിന് ഞാൻ പ്രാർത്ഥിച്ച് ഒരിക്കലും നടക്കില്ലെന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളെ മുൻപോട്ട് ദൈവം നടത്തുവാൻ പോവുകയാണ് ആത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. The faith you're holding is having power. Amen. സ്തോത്രം. വിശ്വാസത്താൽ, we can see the word by faith. We go and read the Romans chapter 4 completely. It says by faith. Hebrews 11 is by faith. വിശ്വാസത്താൽ. What the people of God, the servant of God, they have created miracles in the world. വിശ്വാസത്താൽ അബ്രഹാം
പോയി വിശ്വാസത്താൽ. ആമേൻ. ഹാനോക്ക് സഞ്ചരിച്ച് വിശ്വാസത്തെ by faith they created miracles in their life. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്ക് ദൈവത്തിനെ, നിന്നീ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. എവിടെ? ബിലീവ് ഇൻ ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ, the faith what is ruling your life is going to do miracles. Not you are going to do miracle. Remember, through you no miracle will happen. Through the faith received from God, the miracle will happen in your family. അത് നിന്റെ ജീവിത പങ്കാളിയാവാം, നിന്റെ അപ്പനും അമ്മയുമാകാം, നിന്റെ സഹോദരങ്ങളാകാം. I mean, anyone you are sincerely praying for whom Lord is going to move their life according to His will. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. അപ്പോഴും നമുക്കൊരു സംശയം, നമുക്ക് എപ്പോഴും സംശയമാണല്ലോ. Because the greatest tool, devil, is the powerful tool of devil, creating doubt, confusing you. സ്തോത്രം. ആമേൻ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? Question mark. Amen. When the question mark comes, remember, your faith is getting degraded. What you receive from God is going to be lost from your life. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ, how you know that the faith you're holding is having power? What is your experience about it? എന്റെ അനുഭവം എന്താണ് എന്ന് ഞാൻ സ്വയം പരിശോധിക്കണം. ഞാൻ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം എന്നിലേക്ക് പകരുമ്പോൾ അത് ശക്തിയുള്ളതാണെന്ന് ഞാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു? How I experienced in my life until today, what is my experience in faith, believing that the faith I am holding is having power of God. നമുക്ക് വായിക്കാം Ephesians chapter 2:8. എഫേസ്യർ 2:8 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. For by grace you have been saved through faith. You have been saved by the grace. Why? What is grace? The grace is the faith from God has been transferred to you. ദൈവത്തിൽ നിറഞ്ഞിരുന്ന ആ വിശ്വാസം എന്ന അനുഭവം കൃപയാൽ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെട്ടു. When by the grace of God, the faith was transferred from God to me. നമ്മൾ വായിച്ചെന്താണ്? By the grace I am saved. ഞാൻ രക്ഷിക്കപ്പെട്ടു. So that is my first experience. To remind me again, Lord told me, go back to that first day you accepted Christ. ഞാൻ ആദ്യ ദിവസത്തേക്ക് മടങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, the first day you accepted Christ, what do you know what happened? That is the first day you experienced that the faith transferred from heaven is holding power. എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്? I am saved. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. If you are saved through faith, why you are doubting the faith what God transferred in your life? നീ വിശ്വാസത്തെ രക്ഷിക്കപ്പെട്ടെങ്കിൽ, ആ വിശ്വാസത്തിന് ശക്തി ഉണ്ട് ദൈവം തെളിയിച്ചെങ്കിൽ, ഇന്ന് പകലും ദൈവം ചോദിക്കുന്നു, ആ വിശ്വാസത്തെ, ദൈവം തന്ന വിശ്വാസത്തെ നീ എന്തിന് സംശയിക്കുന്നു? Praise the Lord. Believe in Christ. Hold your belief in Christ. You are saved, your family will be saved. Amen. You are saved in your full stop ഇട്ടില്ല ദൈവം. God never put full stop after your salvation. He put a comma after your salvation, saying that it's just a beginning. I am continue the salvation through the faith by the grace of God in you, and it will be continued through your family. ദൈവത്തിന് സ്തോത്രം. I experienced that because I am saved by grace of God. The faith has been transferred to me. Through that faith, I am saved. Okay, you experienced the day one. What about today?
What about from the day one till today? What is your experience? Hebrews 3:14. എബ്രായ ലേഖനം 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. For we have come to share in Christ, if indeed we hold our original confidence firm to the end. Praise the Lord. The faith, the ആദ്യ വിശ്വാസം, the faith transferred on the day one is still continuing in your life because you are a part of today's meeting, because you are proclaiming that I am part of Christ. I am sharing with Christ. That means every day, every moment until today morning, from the day you accepted Christ, you were holding the faith of received from God, and it was doing miracles. What is a miracle? You never took a decision in your life saying that no more I will stay with Christ. I don't need this spiritual life. ഇന്ന് പകൽ വരെയും ഇനി ക്രിസ്തുവിനെ വേണ്ട എന്നും ഈ ആത്മീയത വേണ്ട എന്നും നീ തീരുമാനം എടുക്കാത്തോളം കാലം നിന്റെ ജീവിതത്തിൽ വിശ്വാസം അനുദിനം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യ ദിനം മാത്രമല്ല, എല്ലാ ദിനവും വിശ്വാസം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. Not only the first day, every day the faith is creating miracles in your life, keeping you alive with Christ in your spiritual life. ക്രിസ്തുവിനോടുകൂടെ ജീവനുള്ളവളായി ഇന്ന് വരെ നിർത്തിയത് വിശ്വാസത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. എത്രയോ തവണ പിന്മാറിപ്പോകണമെന്ന് ആഗ്രഹിച്ചു, എത്രയോ തവണ തള്ളിപ്പറയാൻ ആഗ്രഹിച്ചു, എത്രയോ തവണ തള്ളിപ്പറഞ്ഞു പിറുപിറുത്തു. പക്ഷെ അത്ഭുത പ്രവൃത്തി വിശ്വാസത്തിൽ നടന്നതുകൊണ്ട് ഇന്ന് പകലും ഞാൻ നീ ക്രിസ്തുവിലായിരിക്കുന്നു. How many times we rejected? How many times we murmured? How many times we decided we will go back from the faith? But why you are today? Because the miracles of faith, the power of faith is still working in your life. That's the reason you are holding the word of God and you're holding the name Christ in your life till today morning. Believe, dear brothers and sisters, believe the children of God. Faith is holding power in your life. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നിന്റെ വിശ്വാസം മലകളെ നീക്കും. ദൈവത്തിന് സ്തോത്രം. But the faith is wrongly interpreted. എന്താ പ്രശ്നം? Jesus told to that one lady, your faith has been saved you. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Many people are using this word. How they are using? Whatever I believe, I will be saved. This pen, you can see that. I am saying that I am going to believe in this pen. This pen is my God. This is my belief. That will not save me. What Jesus told is the faith transferred from heaven. It reached your life. Avadati. What has happened in you? നമ്മൾ വായിച്ച കുറുവാക്യം എന്താണ്? 16:31 എന്താ പറയുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. Believe in Christ. Believe only in Christ. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കുക. ക്രിസ്തു ഇരിക്കട്ടെ, ABCD ഇരിക്കട്ടെ, നടക്കുകയില്ല. Will not happen. The faith transfer from heaven will enable you to believe only in Christ. That faith will save you. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വിശ്വസിച്ചോണ്ട് പോകാനുള്ളതല്ല ഇത് ആത്മീയ ജീവിതം. ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് Lord want to introduce one spiritual personality, how faith has transferred her life. ഒരു ആത്മീയ വ്യക്തിത്വത്തെ കാണിക്കാൻ പോവുകയാണ്.
വിശ്വാസം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിറക്കിളായി മാറുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 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 സഹോദരിയുണ്ട്. ജോൺ ചാപ്റ്റർ 4 അതിന്റെ 5 to 7 ഒന്ന് വായിക്കാം. ജോൺ ചാപ്റ്റർ 4 5 to 7. Lord is going to introduce a spiritual personality who experienced the faith, the miracle of God. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറ ഉണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്ന് യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. Praise the Lord. We can see a first meeting of Jesus and the woman of Samaria. യേശുവും ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള ആദ്യ ഒരു ബന്ധത്തെ നമ്മളിവിടെ കാണാൻ കഴിയുക. ദൈവത്തിന് സ്തോത്രം. We can see many negatives about her in the Bible. She is holding 5 husbands. No, we are emphasizing all the negatives. From the beginning, the word is like that. People will try to emphasize the negatives instead of the positives. But Lord told me, go through the word of God. I want to tell some positive things about her. അവൾക്ക് ഒത്തിരി പാപ സ്വഭാവമുണ്ട്, അവൾക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, നീ വചനത്തോടെ കടന്നു പോകുമ്പോൾ അവളെ യേശു കണ്ടുമുട്ടാനുള്ള കാരണം അവളിലുള്ള ചില നന്മകളാണ്. ദൈവത്തിന് സ്തോത്രം. Why Jesus go through that place? Lord allowed Jesus to go through that place because of the positive things and the miracles which should happen in the life of woman of Samaria. അപ്പൊ നമുക്ക് അതിന്റെ നിർത്തി നോക്കിയാൽ ജോൺ ചാപ്റ്റർ 4 തന്നെ അതിന്റെ 9 ഒന്ന് വായിച്ചേ. സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. മതി. ആമേൻ. In English. The Samaritan woman said to him, how is it that you, a Jew, ask for a drink from me? ലാപ്ടോപ്പ് തിരിച്ചു വെച്ചാൽ ക്ലിയർ ആയിട്ട് കേൾക്കും കേട്ടോ, വളരെ ലോ സൗണ്ട് ആണ്. The Samaritan woman said to him, how is it that you, a Jew, ask for a drink from me, a woman of Samaria? For Jews have no dealings with Samaritans. Praise the Lord. ഈ ലേഡി, she is a housewife. We think that she is a normal lady. But God is telling she is having very geographical knowledge. You are a Jew, I am a Samaritan. I belongs to this country, you belongs to this place. How we can interact together? Geographically, വളരെ knowledge ഉള്ള lady. She is having very good geographical knowledge. Amen. അതിന്റെ 10-11 ഒന്ന് വായിച്ചു. 10 and 11. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? Praise the Lord. Jesus answered her, if you knew the gift of God and who it is that is saying to you, give me a drink, you would have asked him, and he would have given you living water. The woman said to him, sir, you have nothing to draw water with, and the well is deep. Where do you get that living water? Praise the Lord. ഈ ലേഡി ഒരു സെൻസിബിൾ ലേഡിയാണ്. സെൻസ് ഇല്ലാത്ത ലേഡിയല്ല. ഷീ ഈസ് എ സെൻസിബിൾ ലേഡി. ഷീ ഈസ് ആസ്കിംഗ് us a real question. You are not having anything to take the water from the well. You are with bare hand. Don't try to bluff me. You don't have any equipment to take the water from. I have the equipment. I have some buckets or pot with me to take the water. You don't have that
any equipment, anything in your hand, and then how you are telling that you will provide. See, in the spiritual life, what is the problem in the spiritual life? Many people are bluffing using the word of God. And we are not able to sense that. We are not able to discern that. Praise the Lord. Bluffy, even they are saying blunders also, we are ready to accept that. But she was very sensible, and it's very not easy to bluff her. She's having a very sense of geographical knowledge. She's a very sensible lady, and it shows that she's having a very sound knowledge about the world. She's holding a sound knowledge about the realities of the world. അത് മാത്രമല്ല, വേഴ്സ് 12 വായിക്കുമ്പോൾ, can you read 12? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. Are you greater than our father Jacob? He gave us the well and drank from it himself, as Praise did the his Lord. sons and his livestock. Hallelujah. She is having a very good knowledge about the spiritual things. ആത്മീയമായും ചില കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശമര്യക്കാരി സ്ത്രീ. She knows about Abraham, forefathers, spiritual forefathers, what God has done in their life. She has studied everything. She is having very good knowledge about the spiritual interaction of God with her forefathers. ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പിതാവായ യാക്കോബാണെന്ന് കൃത്യമായി അവർക്ക് അറിയാമായിരുന്നു. യാക്കോബ് ആരാന്നറിയാമായിരുന്നു. She knows everything. Hallelujah. Praise the Lord. Amen. Hallelujah. ദൈവത്തിന് സ്തോത്രം. So, Jesus meeting a lady who is having a sound knowledge about the geographical things, who is having sound knowledge about the worldly things, who is having a sound knowledge of spiritual things. Praise the Lord. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, she have received knowledge from the world. She have received this knowledge from the earth. She have received the knowledge from the spiritual world. എല്ലാ knowledge അവൾക്ക് അറിയാം. Praise God. പക്ഷേ 13 and 14 വായിക്കുമ്പോൾ Jesus is saying like this. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. Jesus said to her, everyone who drinks of this water will be thirsty again, but whoever drinks of the water that I will give him will never be thirsty again. The water that I will give him will become in him a spring of water welling up to eternal life. Praise the Lord. The first time in the life of the lady of Samaritan, the woman of Samaria, she started receiving something new, and she started something about eternal life. ഇതുവരെ താൻ പ്രാപിക്കാത്ത ചില ജ്ഞാനം യേശുവിൽ നിന്ന് കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായി നിത്യതയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, നിന്നെ പൊങ്ങി വരുന്ന നീരുറവ, നിത്യതയിലേക്ക്, ഇറ്റ് വിൽ റീച്ച് ടിൽ എറ്റേണൽ ലൈഫ്, ഒരു നിത്യതയെക്കുറിച്ച് അവളുടെ ഉള്ളത്തിൽ പകരുവാൻ തുടങ്ങി. Praise the Lord. Hallelujah. Lord is telling to tell you, when God reveals something new in your life, which you never experienced before, that was the moment you decided to follow Christ. ഇതുവരെ നീ കേൾക്കാത്തതും നീ അനുഭവിക്കാത്തതുമായ പുതിയ കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന തരത്തിൽ ദൈവം നിന്നോട് ഇടപെട്ടത് കൊണ്ടാണ് നീ ക്രിസ്തുവിലെത്തിയതെന്ന് നിന്നോട് തന്നെ പറയുവാൻ ഇന്ന് പകൽ കഴിയുന്നെങ്കിൽ ഓർത്തുകൊള്ളുക. നിന്നിലൂടെ പുതിയത് പുറത്തു വരുമ്പോൾ അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ തുടങ്ങും. സ്തോത്രം. Amen. She was shocked. She started receiving something new which is convincing.
She started receiving new, which lifted her from the world, the knowledge of the world, to eternal life. ദൈവത്തിന് സ്തോത്രം. That is a moment. That is a moment. A breakthrough happened in the life of the woman of Samaria. ഒരു ആത്മീയമായ ഒരു വലിയ ബ്രേക്ക് ത്രൂ അവിടെ സംഭവിക്കുകയാണ്. സ്തോത്രം. See, the people you are preaching, even you to the parents, your brothers and sisters, all any family members, when you're preaching the gospel, remember they are the people filled with worldly knowledge. They are filled with a sensible knowledge. They are filled with some knowledge about the spiritual life. It is not easy to convey a new thing which is convincing them to make them to think about the eternal life. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം അറിയിക്കുന്ന ജീവിതങ്ങൾ അവർ ജ്ഞാനമുള്ളവരാണ്, സെൻസ് ഉള്ളവരാണ്, ചില ആത്മീയങ്ങൾ അറിയാവുന്നവരൊക്കെയാണ്. പക്ഷേ അവരുടെ മുമ്പിൽ ഇതല്ല, നിങ്ങൾ അറിഞ്ഞതല്ല സത്യമെന്നും നിത്യതയുണ്ടെന്ന് അറിയിക്കുവാൻ ദൈവം എന്ന കൃപയിലൂടെയാണ് ഒരു ബ്രേക്ക് ത്രൂ സംഭവിപ്പാനിടയായി തീരുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. സോ ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. എവിടെ? ഈ ശമരിയ സ്ത്രീയുടെ ലൈഫിൽ a spiritual breakthrough has happened. Praise the Lord. Now, John chapter 14:21 എന്ന് വായിച്ചു. സോറി, 4:21 വായിച്ചു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. Hallelujah. Jesus said to her, Woman, believe me, the hour is coming. Believe me. The hour is coming when neither on this mountain. Believe me. Eppola believe me? The moment she has a breakthrough in her spiritual life. Jesus told her, now believe me. Vishwasike. Vishwasike. Believe me. Stotram. So what will happen when you believe me? 4:22 വായിച്ചേ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. എന്ത് വരുന്ന കാര്യം പറഞ്ഞേ? രക്ഷ. If you believe, you will be saved. If you believe, the gift of God is your salvation. When the spiritual breakthrough happen in your life, believe in Christ, you will be saved. Stotram. Appo nokkike, the moment she received the message of eternal life, that is the moment Jesus told, believe in me, you will be saved. ഇന്നത്തെ പ്രസംഗങ്ങൾ എന്തൊക്കെയാണ്? How we are counting the blessings. ചിലർ പറയുന്നു, അയ്യോ നിങ്ങൾ പറയുന്നു അവിടെ അത്ഭുതമുണ്ടല്ലോ, ഇവിടെയും അത്ഭുതമുണ്ടല്ലോ. What is a miracle? There is miracle there. There is a miracle there. People counting the miracle. I was not having a job. I went to that prayer meeting place. I prayed. I received a job. I was having financial crisis. I went there. I prayed, and a miracle happened. I was saved through the financial crisis. I was sick. I went and prayed that I was healed. We are counting this as miracle. But the woman of Samaria is giving a message to that. I having the knowledge of everything. But when the moment I received the knowledge of heaven, the eternal life, immediately I receive a voice from Christ saying that believe in me, you will receive the eternal life. That is a miracle. That is the salvation. ആമേൻ. നിത്യതയ്ക്ക് യോഗ്യനായി മാറി എന്നുള്ള അറിവ് നീ പ്രാപിക്കുന്നിടത്താണ് നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഇടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. യു ബിലീവ് മീ. 4:22 പറയുന്നു, the salvation in English. Can you read 4:22? You worship what you do not know. We worship what we know, for salvation is from the Jews. Salvation is from God. If you believe me, salvation is coming in your life. Remember the clear message. Jesus telling to that woman, if you have faith in me, faith will
Faith is holding the power that will provide you salvation in your life. ആ വിശ്വാസത്തിന് ശക്തി ഉള്ളത് കൊണ്ട് ആ വിശ്വാസം നിന്നെ രക്ഷയിലേക്ക് നയിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 25-26 എന്ന് വായിച്ച 4-ന്റെ. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. Hallelujah. The woman said to him, I know that Messiah is coming, he who is called Christ. When he comes, he will tell us all things. Jesus said to her, I who speak to you am he. Now, see, if you read in that verse, she is telling, before I met you, I was having a partial knowledge. I was having a partial revelation. But I know Messiah is coming. When he comes, he's called Christ. He will reveal everything. Today is the day I receive the total revelation from Christ. I believe you are Christ. That is the reply from the woman. And the reply from Christ, yes, the one who is speaking to you is the Messiah, the Christ you are waiting for. Hallelujah. ഇന്ന് വരെ ഭാഗികമായ ജ്ഞാനവും ഭാഗികമായ അറിവുകൊണ്ട് എൻ്റെ ആത്മീയത പരാജയത്തിൽ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ പകർന്നതും രക്ഷയിലേക്ക് നയിച്ചത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ആമേൻ, മുഴുവനായി വെളിപ്പെടുത്തിയ, ആമേൻ, ദൈവം അയക്കുന്ന ആ ക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്ന് ആ സഹോദരി വിളിച്ചു പറയുകയാണ്. She declared her complete faith in Christ. Stotram. Why your family is not saved? You have faith in Christ, but you are not ready to declare the complete faith in Christ. Why you are not able to declare the complete faith in Christ? Through Christ, you are not receiving the revelations of God. ദൈവികമായ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട് പൂർണ്ണമായി ക്രിസ്തുവിലുള്ള വിശ്വാസം ആമേൻ പ്രഖ്യാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല. അത് ആമേൻ നമ്മുടെ കുടുംബങ്ങളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നു. You are not ready to proclaim. You are not ready to commit, proclaim the faith of Christ. ഇത് ആരോടും proclaim ചെയ്യരുത്. You are not proclaiming to anyone. You are proclaiming to Christ. It's a personal proclamation to Christ. കർത്താവേ, ഞാൻ നിന്നോട് പ്രസ്താവിക്കുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിന്നെ വിശ്വസിക്കുന്നു. I received the full faith in from you because I was received partially from the forefathers. I received partially from the spiritual leaders, but I have a personal encounter with Christ. Now it's everything is revealed to me. I proclaim my faith in you. Hallelujah. Complete faith in you. Amen. ഒന്നാമത്തെ നമ്മുടെ പരാജയം ഭാഗികമായ അറിവ് കൊണ്ട്, ഭാഗികമായ ജ്ഞാനം കൊണ്ട്, ഭാഗികമായ വിശ്വാസ ജീവിതമാണ് നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വിടുവിക്കപ്പെടാതിരിക്കുന്നത്. The partial spiritual knowledge, the partial faith we are holding is the obstacle for the deliverance of the people whom we are praying. We are not ready to proclaim our complete faith in Christ. പൂർണ്ണ വിശ്വാസം ക്രിസ്തുവിൽ പ്രഖ്യാപിക്കുവാൻ കഴിയുന്നില്ല. Praise the Lord. Hallelujah. Now I am thinking how I know I am holding a full faith in Christ. Am I holding a partial faith in Christ? Or I am holding a complete faith in Christ? How I can evaluate? John 4:28-29 വായിച്ചു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. Praise the Lord. So the woman left her water jar and went away into town and said to the people, come see a man who told me all that I ever did. Can this be the Christ? Praise the Lord.
if you're holding a complete faith in Christ, how you can evaluate that? If you're holding a complete faith, that moment, without any compulsion, without any other pressure from outside people, without any hesitation, you will start testifying the person you believe completely to the people you want to be saved. നീ പൂർണ്ണമായ ഒരു വിശ്വാസം ക്രിസ്തുവിലുണ്ടെങ്കിൽ അതെങ്ങനെ നിനക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ആമേൻ അപ്പാമെ ആരും പറയാതെ, പരപ്രേരണയില്ലാതെ, തടസ്സങ്ങളില്ലാതെ, ആമേ എന്റെ ഉത്തരവാദിത്വം എന്ന് ഓർത്തുകൊണ്ട്, ആമേ സ്നേഹത്തോടുകൂടെ നീ പൂർണ്ണമായും വിശ്വസിച്ച ക്രിസ്തുവിനെ നീ പ്രഘോഷിക്കുവാൻ തുടങ്ങും. ആറെടുത്ത് അവരത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ സ്നേഹിക്കുന്ന, നീ വിടുവിക്കപ്പെടണം ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുടെ മുമ്പിൽ നീ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ജോൺ 1:40-41 എന്ന് വായിച്ചു. ജോൺ 1:40-41. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായി എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. One of the two heard John speak and followed Jesus was Andrew, Simon Peter's brother. He first found his own brother Simon and said to him, "We have found the Messiah," which means Christ. Praise the Lord. Andrew received faith in Christ. First he testified to his brother. Praise God. The sign that you are completely having faith in Christ is the testifying nature, what is happening naturally in you. You will start testifying to own your brother, to your own parents, to own your sisters. You will start testifying Christ when you're completely holding the faith of Christ. പിന്നെ നോക്കി എന്ത് മനസ്സിലാവും? Later we can see that Jesus going to Peter's wife's house. Why? Wife accepted Christ. And mother-in-law was healed. Why? They accepted the Christ. From where it started? It started from Andrew. Hallelujah. അന്ത്രയോസിൽ നിന്ന് ആരംഭിച്ച പ്രവൃത്തി പത്രോസ് അമ്മ ഏറ്റെടുത്തുവെങ്കിൽ, തന്റെ ഭാര്യ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഭാര്യ അംഗീകരിച്ചു, തന്റെ അമ്മായിമ്മ അംഗീകരിച്ചതിന്റെ അർത്ഥം ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടതിന്റെ അർത്ഥം, ആമേൻ, ഒരുവൻ ക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസം പ്രാപിച്ചപ്പോൾ അവൻ മൗനമായിരുന്നില്ല. ആമേ അവന്റെ സഹോദരനോട് തുറന്നു പറഞ്ഞു, ഞാൻ പൂർണ്ണമായും കണ്ടെത്തിയിരിക്കുന്നു ക്രിസ്തുവിനെ. I found Christ. He testified in his own house to his own brother. Praise the Lord. പൂർണ്ണ ഹൃദയത്തോടെ അവൻ വിശ്വസിച്ചവൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രസ്താവിക്കുവാൻ തുടങ്ങി. ആമേൻ. എന്റെ ഫസ്റ്റ് ജോൺ 1:45 43 to 45. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ആമേൻ. ജീസസ്. The next day Jesus decided to go to Galilee. He found Philip and said to him, "Follow me." Now Philip was from Bethsaida, the city of Andrew and Peter. Andrew testified to Peter. Peter and his family saved. I believe he testified in his own town. Maybe Philip has heard about Christ through the testimony of Andrew. Amen. He received the message of Christ. At the right time, Christ was moving there. He told Philip, "Come behind me, follow me."
So the next verse 45 is what you read? 45? Philip found Nathanael and Ah. said to him, Ah. We have found him of whom Moses in the law and also the prophets wrote, Jesus of Nazareth, the son of Joseph. Praise the Lord. Immediately is testifying to Nathanael. When you're holding a perfect faith in Christ, when you're holding a perfect faith in Christ, you will naturally testify Christ. You will not wait, pastor, to announce that. Go for gospel. Preach to other people. We are thinking, if I try to share with my friends, maybe they will feel happy. They feel happy and happy. It's your duty to share because you are holding, you cannot stop yourself. You're holding the perfect faith of Christ. Amen. Stotram, you are holding the perfect faith of Christ. Amen. Go back to John 4:39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. Praise the Lord. By the testimony of, yeah, read please. Many Samaritans from that town believed in him because of the woman's testimony. Because of the woman's testimony. Because of the woman testimony, and he told me all that I ever did. Praise the Lord. See, your testimony has power. Why? Your testimony is holding faith. Faith is having power. When you open your mouth for testimony of God, people will accept Christ. The second failure, why my family is not saved? Why? Stotram, the people whom I am praying is not saved. You are not ready to testify Christ in front of people. Praise the Lord. You are not holding the complete faith in Christ and you are not ready to testify Christ because you are not holding the complete faith in Christ. Praise the Lord. Hallelujah. Many came and believed in Christ because of woman testimony. Because of woman testimony. നീ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ട്, ആ വിശ്വസിച്ച യേശുവിനെ നീ പ്രഘോഷിക്കാത്തത് കൊണ്ട് നിന്റെ കുടുംബം വിടുവിക്കപ്പെട്ടിട്ടില്ല. നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർ വിടുവിക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. Stotram. Now go back to John 4:28-29. So the woman left her water jar and went away into town and said to the people, Come see a man who told me all that I ever did. Can this be the Christ? Okay. Now before we read 4:39, don't read 4:39. Because of her testimony, people believed in Christ. The people who believed, what they have done is 4:30. They went out of town and were coming to him. They went out of town and they came to whom? To Jesus. Our testimony speciality. When you are even preaching, when God lift you as a spiritual leader, or even you are sharing a testimony, ensure that people shall not stay with us thinking that you are the spiritual man, you are the spiritual leader. Ensure that to whom you are preaching, to whom you are sharing testimony, they shall reach the presence of Christ. നാളെ നിങ്ങളൊരു ദേവദാസനാക്കിയാൽ, ഒരു ദേവദാസിയാക്കിയാൽ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറഞ്ഞവരാക്കി മാറ്റിയാൽ, അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളിലെ അവരെ തടഞ്ഞു നിർത്തരുത്. നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാൻ സ്പീക്കർ മാത്രമാണ്, എന്നിൽ നിൽക്കരുത്. Don't stay with me. I'm just a speaker. I'm reproducing the sound of heaven. The message, the testimony is not coming from me.
The faith came from heaven, so the testimony is coming from heaven. Go to him who given the salvation in your life. നിന്നെ വിടുവിച്ചൊരു ഇടയിലേക്ക് പോകണമെന്ന് നിങ്ങൾ എല്ലാത്തിനും ഉറപ്പുവരുത്തണം. Never make the people to stay with you. Now in the spiritual world, the so-called spiritual leaders, pastors, they want a group to be with them instead of telling the people to go to Christ. Now the believers are thinking that our pastor is celebrity pastor, supernatural pastor, he can do everything. Nothing he can do. What I can do, I can preach about a person who can do everything. That is the maximum I can do. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് സകലതും ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ടത് പ്രസംഗിക്കുക മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. So don't stay with me. I am not the last word. Go to Christ. ഇതാണ് നമുക്ക് ലോകത്തോട് പറയേണ്ട സന്ദേശം. Praise the Lord. Whoever listened the testimony of that woman reached Christ. ദൈവത്തിന് സ്തോത്രം. എന്ത് പറ്റി? 40 എന്ന് വെച്ച് 40 and 41. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഏറ്റവും അധികം പേർ. ഇംഗ്ലീഷ്. So when the Samaritans came to him, they asked him to stay with them, and he stayed there 2 days. And many more believed because of his word. Many more believed because of his word. The problem is, we are a so-called spiritual personality, but your parents are looking up to you. Your relatives are looking up to you. Your brothers and sisters are looking up to you. Or the colleagues you are working with are looking up to you. They cannot see Christ in you. They are seeing you in you. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നിന്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ ക്രിസ്തുവിനെ കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. നിന്നെ മാത്രം കാണുവാനേ കഴിയുന്നുള്ളൂ. നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു പെന്തിക്കോസുകാരനെ കാണാനേ കഴിയുന്നുള്ളൂ. നിന്നിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നില്ല. Nobody can see a Christ in you. They are seeing a person who is a Pentecost. ഇത് കാണുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഒരിക്കലും നിത്യതയിൽ എത്തുകയില്ല. സ്തോത്രം. Christ shall reveal in me. എന്താണ് ക്രൈസ്റ്റ് പറഞ്ഞത്? Whoever sees me, എന്താ പറഞ്ഞത്? Sees my Father. എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? എന്റെ പിതാവിനെ കാണുന്നു. Now come to me. He who sees me, they shall see Christ. If they see Christ in me, they will see Father in heaven. Hallelujah. എന്നിൽ ക്രിസ്തുവിനെ കണ്ടാൽ ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കാണും. ആമേൻ. അധികം പേർ അവനിൽ വിശ്വസിച്ചു. And in 42, read 42. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. Hallelujah. We experience through you. That is correct. But now I experience from Christ. And then experience either he is the savior of the world. We experience the salvation from Christ. We experience salvation from Christ. ഇത് എവിടെ നിന്ന് ആരംഭിച്ചു? From the faith of a woman, a normal woman of Samaria. ഒരു പട്ടണം മുഴുവൻ, പട്ടണത്തിലെ ജനം ഭൂരിപക്ഷവും അവന്റെ രക്ഷയിൽ ആനന്ദിച്ചു. He is the savior of the world. Now, not only from your words, we are seeing, we are experiencing, we are hearing the real salvation through Christ. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. എന്നിൽ ക്രിസ്തുവിനെ കണ്ടാൽ ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണും. Praise God.
ഹല്ലേലൂയ. ഫസ്റ്റ് ജോൺ അതോട് വായിച്ച് പ്രാർത്ഥിക്കുക. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 തൊട്ടത് വായിച്ചു നിർത്തി വായിക്കണം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഇംഗ്ലീഷ് നിർത്തി വായിച്ചു കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്ത്. That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked upon and have touched with our hands, concerning the word of life. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? How the faith is generating? വിശ്വാസം കേൾവിയാലും. The faith comes from hearing of the word of God. We experienced faith. We seen, we heard, we touched with our hands. We experienced the faith through the word of God. The disciples, the apostles saying that we experienced the faith of Christ through the word. The life was made manifest, and we have seen it and testified to it and proclaimed to you. When I received the complete faith in Christ, we started testifying to you. Read. And proclaimed to you the eternal life. And we are proclaiming about what? Eternal life. We start testifying about the eternal life. Why? We experience the faith through the word of God. Which was with the Father and was made to manifest to us. That which we have seen and heard we proclaim also to you. So that you may have fellowship with us. You will have fellowship with us. Who are us? Read. And indeed our fellowship is with the Father and with his Son Jesus Christ. Praise God. Who are me? Who are the apostles? They're saying you should have the same fellowship with us, because we have a fellowship with Christ and his Father. Who are seeing me will see Christ, and who are see Christ will see Father. So the same thing should happen to you. Receive the faith of Christ through the word of God and testify that through you, people will receive the fellowship with Christ and his Father in heaven. ഇത് സംഭവിക്കുമ്പോൾ മാത്രമാണ് believe in Christ, you and your family will be saved. We are trying to imitate everything in the world. നമുക്ക് പലരെ പോലെ ആകാൻ വേണ്ടി നമ്മൾ വസ്ത്രം ധരിക്കുക, നമ്മുടെ മുടി അതുപോലെ വെട്ടുക, നമ്മൾ അതിന് തക്കതായ ഒരുക്കങ്ങൾ ഒരുങ്ങിയ, മനസ്സിലായോ? We are changing our style, fashion, everything according to maybe we are following somebody even blindly. We are not accepting that, but we are following somebody in the world. To prove that if I look at you, you looks like this person, you look like this person, like that. We are imitating somebody even without my knowledge. We want to be like somebody in the world. We have role models in the world. But the word of God says, complete faith in Christ will give the power in you that will move you first to testify Christ. That testimony will move the people whom you are praying to come to Christ. That movement will move them to the salvation with the fellowship with Christ and his Father in heaven. Our fellowship Mother Mary ആയിട്ടായിരുന്നില്ല. Our fellowship so-called വിശുദ്ധന്മാരുമായിട്ടായിരുന്നില്ല. Their fellowship is with the Son and Father in heaven.
The Lord want to tell the salvation in your doorsteps. Change your life with committed faith in Christ, with testifying Christ in your life, and praying to God, Lord, if somebody is seeing me, let them see you through my spiritual life, through the faith you have provided in my life. Believe in Christ. Your family will be saved. പൂർണ്ണ വിശ്വാസമുള്ള ഒരു ജീവിതത്തെ സമർപ്പിച്ച് അതിലൂടെ ദൈവത്തെ സാക്ഷീകരിച്ച്, ആമേൻ, കർത്താവേ, എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്ന പോലെ, ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്ന പോലെ ഒരു അനുഭവത്തിൽ, ആത്മീയ അനുഭവത്തിൽ എന്നെ എത്തിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതിലെത്തിച്ചേരുമ്പോൾ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. You and your family will be saved. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും